39 സൂറത്ത് 6-ാമത്തെ ആയത്ത്. ഇതിൽ സൃഷ്ടിയെ പറ്റിയാണ് പറയുന്നത്. നിങ്ങളെല്ലാവരെയും ഒറ്റ അസ്തിത്വത്തിൽ നിന്ന് സൃഷ്ടിച്ചു. അതായത് ഒരാളിൽ നിന്ന് ആദം അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ചു, ഭാര്യയിലെടുത്ത് ഹവ്വ അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ചു. അപ്പോൾ അതായത് ഒന്നിൽ നിന്നാണ് ഇതെല്ലാം തുടങ്ങിയത്. എന്നിട്ട് അതിൽ നിന്ന് ഇണയെ ഉണ്ടാക്കി കന്നുകാലികളിൽ 8 ജോഡികളെ ഇറക്കി തന്നു. പലതരത്തിലുള്ള കന്നുകാലികളായിരിക്കും. എല്ലാകാലം മാതാക്കളുടെ വയറുകളിൽ നിങ്ങളെ പിന്നെ സൃഷ്ടിക്കുന്നു. സൃഷ്ടി ആവർത്തിക്കുകയാണ്. അവിടെ 3 തരം അന്ധകാരമുണ്ട്. അപ്പോൾ 3 തരം തൊലി, വയറ്, ഗർഭപാത്രം അങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും. 3 തരം അന്ധകാരമുണ്ട്. ഒരു പ്രത്യേക സമയം വരെ അതിനെ വയ്ക്കുന്നു, ഘട്ടം ഘട്ടമായി അതിനെ വളർത്തി ഉണ്ടാക്കുന്നു. അവനാകുന്നു അള്ളാഹു, അവനാകുന്നു ആധിപത്യം, അവനാകുന്നു ആരാധന കൊടുക്കേണ്ടത് വേറെ ആർക്കും പറ്റില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 39 സൂറത്ത് 6-ാമത്തെ ആയത്ത്. ഇതിൽ സൃഷ്ടിയെ പറ്റിയാണ് പറയുന്നത്. നിങ്ങളെല്ലാവരെയും ഒറ്റ അസ്തിത്വത്തിൽ നിന്ന് സൃഷ്ടിച്ചു. അതായത് ഒരാളിൽ നിന്ന് ആദം അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ചു, ഭാര്യയിലെടുത്ത് ഹവ്വ അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ചു. അപ്പോൾ അതായത് ഒന്നിൽ നിന്നാണ് ഇതെല്ലാം തുടങ്ങിയത്. എന്നിട്ട് അതിൽ നിന്ന് ഇണയെ ഉണ്ടാക്കി കന്നുകാലികളിൽ 8 ജോഡികളെ ഇറക്കി തന്നു. പലതരത്തിലുള്ള കന്നുകാലികളായിരിക്കും. എല്ലാകാലം മാതാക്കളുടെ വയറുകളിൽ നിങ്ങളെ പിന്നെ സൃഷ്ടിക്കുന്നു. സൃഷ്ടി ആവർത്തിക്കുകയാണ്. അവിടെ 3 തരം അന്ധകാരമുണ്ട്. അപ്പോൾ 3 തരം തൊലി, വയറ്, ഗർഭപാത്രം അങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും. 3 തരം അന്ധകാരമുണ്ട്. ഒരു പ്രത്യേക സമയം വരെ അതിനെ വയ്ക്കുന്നു, ഘട്ടം ഘട്ടമായി അതിനെ വളർത്തി ഉണ്ടാക്കുന്നു. അവനാകുന്നു അള്ളാഹു, അവനാകുന്നു ആധിപത്യം, അവനാകുന്നു ആരാധന കൊടുക്കേണ്ടത് വേറെ ആർക്കും പറ്റില്ല.